ഇനിയില്ല ഈ അഹമ്മദ് സാഹിബ്. ചരിത്രത്തിന്റെ അടരുകളിലേക്ക് മറയുകയാണ് അദ്ദേഹം. ജനലക്ഷങ്ങളുടെ വീരപുളകമായ അധസ്ഥിതിക ജനതയുടെ അന്തസ്സായ രാഷ്ട്രത്തിന്റെ അഭിമാനപുത്രൻ. വിവേചനത്തിന്റെ പുറമ്പോക്കുകളിൽ എരിഞ്ഞൊടുങ്ങുമായിരുന്ന ഒരു ജനതയെ ദേശീയ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് രാജ്യാധികാരത്തിൽ പങ്കാളിയാക്കിയ പടനായകനാണ് വിടവാങ്ങിയത്. മലബാറിന്റെ നാട്ടിടവഴികളിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തോളം മലയടിക്കുന്ന ആരവങ്ങൾക്ക് മധ്യേ മുഖവും മനസ്സും നിറഞ്ഞ് വിടർന്ന മന്ദഹാസവുമായി വന്നിറങ്ങുന്ന അഹമ്മദ് സാഹിബ് എന്ന കാഴ്ച ഇനി ഓർമ്മകളിൽ മാത്രം. ഒരു യുഗം തിരശ്ശീല താഴ്ത്തുകയാണ്. എണ്ണമറ്റ ഭാഷകളും സംസ്കാരങ്ങളും പൂത്തിലഞ്ഞു നിൽക്കുന്ന അനന്തവിസ്തൃതമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേ മുനമ്പിലൊരു തദ്ദേശ സഭയിൽ നിന്ന് ലോകരാഷ്ട്രസഭയോളം ജ്വലിച്ചുയർന്ന വിശ്വപൗരൻ, ഗ്രാമജനപ്രതിനിധിയിൽ നിന്ന് രാഷ്ട്രമന്ത്രിസഭാ പ്രാതിനിധ്യത്തോളം വളർന്ന പൊതുപ്രവർത്തകൻ, രാജ്യത്തെ ദരിദ്രകോടികളുടെ വിശ്വപാതയിൽ വെളിച്ചം പകരാൻ തന്റെ പ്രതിഭയും പ്രയത്നവും ആയുസ്സും അർപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന അടിവേരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷ പദവിയോളം വളർന്നു പന്തലിച്ച ഇന്ത്യൻ മുസ്ലിം സാരഥി, സംഘടനാ സ്ഥാപക നേതാക്കളിലേക്ക് പുതിയ നൂറ്റാണ്ടിനെ കോർത്തുവെച്ച കണ്ണി, നയതന്ത്രജ്ഞൻ, നിയമപണ്ഡിതൻ, പാർലമെന്റേറിയൻ, ഭരണാധികാരി, പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ തുടങ്ങിയ കീർത്തിമുദ്രകൾ. നഗരസഭാ ചെയർമാൻ, MLA, വിവിധ പാർലമെന്റ് സമിതികളുടെ തലവൻ തുടങ്ങിയ സേവന മണ്ഡലങ്ങൾ. കേരളത്തിൽ വ്യവസായ വികസനത്തിന് അടിക്കല്ല് പാകിയ വകുപ്പ് മന്ത്രി, രാജ്യാന്തര നയതന്ത്ര രംഗത്ത് ഇന്ത്യൻ അന്തസ്സിന്റെ പതാക ഉയരെ പറത്തിയ വിദേശകാര്യ സഹമന്ത്രി, രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിയുടെ ജാലകം തുറന്ന മാനവ വിഭവശേഷി മന്ത്രി, അവഗണനയുടെ പാളത്തിൽ നിന്ന് ഗതി തിരിച്ചുവിട്ട് കേരളത്തെ ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ കേന്ദ്രമന്ത്രി, ഹജ്ജ് ന്യൂനപക്ഷ വിഷയങ്ങളിൽ സംതൃപ്തമായ നടപടികൾ കൊണ്ട് മാതൃകയായ ഭരണാധികാരി, പഴയ NDA ഭരണകാലം സൃഷ്ടിച്ച അകൽച്ചയുടെ മതിൽ പൊളിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ അഖിലവും ഇന്ത്യയുടെ ആത്മമിത്രങ്ങളാക്കിയ നയതന്ത്രജ്ഞൻ, അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന ഏതു ശക്തിയെയും തീക്ഷണ വിമർശനത്താൽ നിശബ്ദമാക്കുന്ന രാജ്യാഭിമാനി, ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവുമധികം തവണ ഇന്ത്യയുടെ ശബ്ദമുയർത്തിയ പ്രതിനിധി, തുടർച്ചയായി ഏറ്റവുമധികം കാലം കേന്ദ്രമന്ത്രിയായ റെക്കോർഡുള്ള മലയാളി, UDFന്റെ 20ൽ 19 സീറ്റും നഷ്ടമായപ്പോഴും ലക്ഷത്തിൽ പരം ഭൂരിപക്ഷവുമായി ലോകസഭയിലെത്തിയ കേരളത്തിന്റെ സൗഭാഗ്യം, മലയാള നാടിന്റെ ജീവസ്പന്ദമായ പ്രവാസികളുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി അവിശ്രാന്തം യത്നിച്ച ഭരണാധികാരി, വർഗീയ ഭീകരവാദ ഭീഷണികളുടെ മുൾമുനയിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നിർഭയം ഓടിച്ചെല്ലാറുള്ള ഭാരതപുത്രൻ, ഇറാഖിൽ തീവ്രവാദികളാൽ ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ ജനതയുടെ മക്കളെ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു തുള്ളി ചോര പൊടിയാതെ, രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതം പറ്റാതെ മോചിപ്പിച്ചു കൊണ്ടുവന്ന ഈ അഹമ്മദിന്റെ നയതന്ത്രജ്ഞതയ്ക്ക് പകരം വയ്ക്കാൻ ഇന്ത്യാ ചരിത്രത്തിൽ ഇന്നോളമില്ല മറ്റൊന്നും. പലസ്തീനിൽ തീബോംബുകളുമായി താണുപറക്കുന്ന ഇസ്രായേൽ മിസൈലുകൾക്ക് കീഴെ രാമല്ലയിൽ വസതിയിൽ ചെന്ന് യാസർ അറാഫാത്തിനെ ആശ്ലേഷിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഈ അഹമ്മദ് എന്ന ധീരനായ ലോകനേതാവ് ഇന്ത്യയുടെ അഭിമാനമാണ്. യുദ്ധം പെയ്യുന്ന വിദേശ നാടുകളിൽ മരണമുഖത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ കാത്തിരിക്കാറുള്ളത് രക്ഷാദൌത്യമായി പറന്നെത്തുന്ന അഹമ്മദിനെയാണ്. രാജ്യാന്തര വേദികളിൽ ലോകരാഷ്ട്രത്തലവന്മാരിൽ സ്വാധീനവും വ്യക്തിപ്രഭാവവും കൊണ്ട് അഹമ്മദ് നേടിയതെല്ലാം ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു. വർഗീയ വേട്ടയുടെ വാൾമുനയാൽ നരഹത്യകൾ തീർത്ത കോയമ്പത്തൂരിലെയും ഗുജറാത്തിലെയും UPയിലെയും കലാപഭൂമികളിൽ സധൈര്യം കടന്നുചെന്ന് ആശ്വാസത്തണലേകിയ അഹമ്മദിനെയോർത്ത് ഒരു രാജ്യവും ജനതയും പ്രാർത്ഥനാപൂർവം നിൽക്കുകയാണ്. മതേതരത്വത്തിനും മതമൈത്രിക്കും സ്വജീവിതം കൊണ്ട് തലക്കെട്ട് നൽകിയ മഹാപുരുഷൻ, ഇന്ദിരാഗാന്ധി മുതൽ പുതുതലമുറ വരെ നെഹ്റു കുടുംബത്തിന്റെ സ്നേഹവായ്പകൾ നേടിയ പൊതുപ്രവർത്തകൻ, സിദി സാഹിബിന്റെ അരുമശിഷ്യൻ,
ഖായിദെ മില്ലത്തിന്റെയും ബാഫാക്കിത്തങ്ങളുടെയും പിൻഗാമി, സിയച്ചിന്റെ സ്നേഹഭാജനം, പൂക്കോയത്തങ്ങളുടെയും ശിഹാബുദങ്ങളുടെയും പാണക്കാട് കുടുംബത്തിന്റെയും കണ്ണിലുണ്ണി, സംഘടനാ പ്രവർത്തന വീതിയിൽ എല്ലാ തലമുറകൾക്കും കൂട്ടുകാരൻ, ഏത് വേദിയിലും തന്റെ രാജ്യാഭിമാനവും സമുദായാഭിമാനവും വാക്കിലും പ്രവൃത്തിയിലും വിളംബരപ്പെടുത്തിയ രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും അന്തസ് വിശ്വോളമുയർത്തിയ നേതാവ്. ഇസ്ലാമും ഇന്ത്യയും മുസ്ലിം ലീഗും ചന്ദ്രികയും അദ്ദേഹത്തിന് പ്രാണവായുവായിരുന്നു. ചന്ദ്രികയെപ്പറ്റി പറയാതെ ഒരു സംഭാഷണവും അദ്ദേഹം അവസാനിപ്പിച്ചില്ല. പത്രാധിപ സമിതി അംഗമായി, എക്സിക്യൂട്ടീവ് ഡയറക്ടറായി, ചന്ദ്രിക കുടുംബത്തിന്റെ കാരണവരായി, പത്രത്തിന്റെ സർവസ്വവുമായി അദ്ദേഹം മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ, അടിച്ചമർത്തപ്പെട്ട ജനകോടികൾക്ക് നീതിയും അവകാശവും നേടിക്കൊടുക്കാൻ പൊരുതിക്കൊണ്ടേയിരുന്ന ആ യോദ്ധാവ് ജീവിതത്തിൽ വിശ്രമമറിഞ്ഞിട്ടില്ല. ഒടുവിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ശ്രവിച്ചുകൊണ്ടിരിക്കെയാണ് സഭാമധ്യത്തിൽ നിന്ന് അഹമ്മദ് സാഹിബ് യാത്രയാവുന്നത്. കാൽനൂറ്റാണ്ടുകാലം ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ അലയടിച്ച ഇന്ത്യൻ മുസൽമാന്റെ ആ അഭിമാന ശബ്ദം നിലയ്ക്കുന്നത്. പൊരുതി ജയിച്ച മുന്നേറിയ പടയാളിയുടെ പോർക്കളത്തിലെ വിടവാങ്ങൽ. അഭിമാന ഗോപുരമാണ് കാഴ്ചയിൽ മറഞ്ഞത്. സർവശക്തനായ അല്ലാഹു